പോർട്ട്ഫോളിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 158 പോയിൻ്റാണ് ഇടിവ് രേഖപ്പെടുത്തിയത്. അതേസമയം സെൻസെക്സ് 542 പോയിൻറ്റ്സ് ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് 25,243.13 ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് 25,246.25 ആണ്. തുടർന്ന് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,062 ഇന്ന് നിഫ്റ്റിയിലെ ഈ ഒരു പ്രധാന ഇടിവിന് കാരണം ഹെവി വെയ്റ്റ് സ്റ്റോക്സായ റിലയൻസ്, ഇൻഫോസിസ്, HDFC ബാങ്ക്, നെസ്ലെയൊക്കെ ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ FISൻ്റെ സെല്ലിംഗ് തുടരുന്നതും ഈ ഒരു ഇടിവിന് പ്രധാന കാരണമാണ്. ഇനി മാർക്കറ്റിലെ പ്രധാന ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ IEXൻ്റെ പ്രൈസിൽ അറൗണ്ട് 28% ഇടിവാണ് ഇന്ന് ഒരു ദിവസം തന്നെ ഉണ്ടായിരിക്കുന്നത്. അത് മാർക്കറ്റിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് അവരുടെ റിസൾട്ട് വന്നു, അത് പോസിറ്റീവായിരുന്നു. 96 CR കോടിയിൽ നിന്ന് 120 ക്രോർസായിട്ട് അവരുടെ പ്രോഫിറ്റൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു അവരുടെ ഷെയർ പ്രൈസിലുണ്ടായ ഒരു ഇടിവിന് കാരണം എന്ന് പറയുന്നത് സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അഥവാ CERCയുടെ പുതിയൊരു ഓർഡർ ഇഷ്യൂ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ആ ഒരു അനൗൺസ്മെൻറ്റ് വന്നതാണ്. അതായത് ഇന്ത്യൻ ഇലക്ട്രിക് സെക്ടറിൽ മാർക്കറ്റ് കപ്ലിംഗ് നടപ്പിലാക്കാൻ പോകുന്നു എന്നായിരുന്നു ആ ഒരു അനൗൺസ്മെൻറ്റ്. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ IEXൻ്റെ പ്രൈസിൽ ഇത്രയും ഒരു ഇടിവ് രേഖപ്പെടുത്തിയത്. ഇനി IEXനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു എനർജി എക്സ്ചേഞ്ചിൻ്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ് IEX. ഈ ഒരു ഓർഡർ നടപ്പിലാക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ എക്സ്ചേഞ്ചിലും ഒരേ പ്രൈസിൽ ഈ ഇലക്ട്രിസിറ്റി ട്രേഡ് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ ഈ IEXനുണ്ടായിരുന്ന ഒരു പ്രൈസിങ് പവറും മൊണോപ്പൊളിയും ഒക്കെ കുറയാനും അത് ഇടയാക്കും. അതുകൂടാതെ അവരുടെ പ്രോഫിറ്റബിലിറ്റി, ട്രാൻസാക്ഷൻ കോസ്റ്റിനെയൊക്കെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെങ്ങനെ ആ ഒരു ബിസിനസ് മോഡലിനെ അവർ ചേഞ്ച് ചെയ്യുന്നു, ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ സൈഡിലുള്ള ഈ ഒരു റെഗുലേഷനോട് അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നനുസരിച്ചായിരിക്കും അവരുടെ ലോങ് ടൈം അവരുടെ ഷെയറിൻ്റെ ലോങ് ടൈം മാർക്കറ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് UK ഇന്ത്യ ഫ്രീ ട്രേഡ് ഡീൽ തന്നെയായിരുന്നു. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ 2030 ഏകദേശം 1200 കോടി ഡോളറിൻ്റെ ട്രേഡാണ് ഇതിൽ കൂടി ഇന്ത്യ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനിയും ഈ ഒരു ട്രേഡ് മൂലം, ഈ ഒരു കരാർ മൂലം ബെനിഫിറ്റ്സ് ഉണ്ടാകുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ, ഫുഡ്വെയർ, അതുപോലെ അഗ്രികൾച്ചറൽ, മറൈന്, എൻജിനീയറിംഗ് ഗുഡ്സ്, ഇതൊക്കെ ഈ മേഖലകളിലൊക്കെയാണ് ഇതിനൊരു ലോങ് ടൈം ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പിന്നെ ഇനി നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റിയുടെ നിയറസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 24,800 നിയറസ്റ്റ് റെസിസ്റ്റൻസ് പറയുന്നത് 25,250 മുതൽ 25,300 വരെയാണ്.